എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ മാർക്കണ്ഡസ്വാമി ടെമ്പിൾ വന്നതാണ്. ഈ ടെമ്പിൾ ഒരു സ്പെഷ്യലാണ്. അവിടെ അത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അത് ഫ്രണ്ടിലെല്ലാം പണിതവർ. അത് പാറയാണ്. പാറയുടെ അകത്താണ് ശിവക്ഷേത്രം. അത് ഇവിടെ എല്ലാം പണിത് മാറി. അത് ശിവൻ്റെ അമ്പലം. അത് മാർക്കണ്ഡസ്വാമിയും ശിവൻ തന്നെയാണ്. അപ്പം രണ്ടിടത്തും പോയി രാവിലെ പൂജ എല്ലാം കഴിഞ്ഞ് അർച്ചന ചെയ്യിപ്പിച്ച് എന്നിട്ട് ഈ ആൽത്തറയിൽ ഇവിടെ ഇരിക്കുവാണ്. ഇത് ആലല്ല, ഇത് വേറൊരു പഴം ഉണ്ടാകുന്ന കാക്ക തിന്നുന്ന ഒരു പഴം ഉണ്ടല്ലോ, അതിൻ്റെ ആ മരമാണിത്. ഇവിടെ അങ്ങനെ ഇരിക്കുക. അവിടെ നോക്കിയാൽ ഒത്തിരിയും ബഫല്ലോസ് ഉണ്ട്. അവിടെ ആ വീട്ടുകാരുടെയാണ്. 40-40 ഉണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ ദിവസം ഈ അമ്പലത്തിൽ വന്ന് അമാവാസി, യഥാർത്ഥത്തിൽ ഈ ദിവസം ഇവിടെ അമാവാസിയിലും പൗർണമിയിലൊക്കെ ഇവിടെ വലിയ പബ്ലിക് ഉണ്ടാകേണ്ടതാണ്. ഇന്നെന്തോ ആളില്ല, വരുമായിരിക്കും. പിന്നെ ഞാനിവിടെ എത്തി. അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ മാനസിക സംതൃപ്തിയുടെ വേണ്ടി നമ്മൾ അമ്പലങ്ങളിലെല്ലാം പോകുന്നുണ്ട്. നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം ദൈവത്തിനോട് ഷെയർ ചെയ്യും. പിന്നെ ഈ അമ്പലത്തിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത് കണ്ടിട്ടില്ല. നമ്മളൊരു ഇത്ര രൂപ മാസത്തിൽ 500 രൂപ വെച്ച് കൊടുക്കുമ്പോൾ അവരവിടെ നമ്മുടെ കുടുംബത്തിൻ്റെ പേര് നമ്മുടെ പേരിൽ അർച്ചന ചെയ്തോളൂ. അവർ ഡെയിലിയാണോ ആഴ്ചയിലാണോ അവർ ചെയ്ത് നമുക്ക് വീഡിയോ വിടും അവരത്. അങ്ങനൊരു കാര്യമുണ്ട്. ഇത് ഒരു ചെറിയ മലയുടെ മണ്ടയ്ക്കാണ് ഈ അമ്പലം. ഭയങ്കര പബ്ലിക്കുണ്ട് ഇവിടെ. ചില ദിവസങ്ങളിൽ അന്നദാനവും നടത്തും. പിന്നെ ഞാൻ ഈ അമ്പലത്തിനെ കുറിച്ച് വീഡിയോ വേറെ ഇട്ടതായിരുന്നു. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അമാവാസി ദിവസമാണ്. വളരെ സ്പെഷ്യലായ ഒരു ദിവസമാണ്. കർക്കിടക മാസത്തിലെ അമാവാസി, കർത്തവാവ്. ഉച്ച കഴിഞ്ഞ് വേറൊരു അമ്പലത്തിലോട്ട് പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്ന അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അവിടെ ഇന്ന് ഭയങ്കര പബ്ലിക്കായിരിക്കും. ആ വീഡിയോ സൂപ്പറായിരിക്കും. ഇപ്പം ഞാൻ ഇന്നലെ മെനങ്ങാതെ ഞാൻ ഈ മുട്ടയടിച്ചതല്ല, അത് ഞാൻ അങ്ങ് വെട്ടിയതാണ്. എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട് അങ്ങനെ മുടി വളർത്തുന്നതിന്. മുടി പൊഴിഞ്ഞു പോകാമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അങ്ങ് വെട്ടിച്ച് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഞാൻ വെട്ടുവാണ്. അവിടെ മലയാണിത് മൊത്തം. പ്രശാന്തമായ ക്ഷേത്രം. ഇവിടെ രാവിലെ വിശക്കുന്നുണ്ട്, എന്തുവല്ല ഒന്ന് കഴിക്കണം. പിന്നെ വീട്ടിൽ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അവർക്ക് ചോറും കറിയൊക്കെ എല്ലാവർക്കും വെച്ച് പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്പലത്തിലോട്ട് ഇറങ്ങിയത്. അപ്പം നമുക്കിവിടെ പോയി മുങ്ങിക്കുളിച്ച് വരാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. കാര്യം ഇവിടെ അതുപോലെ ഞങ്ങളുടെ ഇവിടെ അടുത്ത് നദി ഉണ്ട്. നദിയല്ല, ഡാമാണ് ഉള്ളത്. നദിയെന്ന് പറയാനില്ല, ഒരു ഡാമുണ്ട്. അവിടെ പോകാൻ പറ്റത്തില്ല. അതിവിടെ നിന്ന് 40 കിലോമീറ്റർ ഉണ്ട്. മുങ്ങിക്കുളിച്ച് നമുക്ക് ഇത് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. പിന്നെ ഉച്ചയ്ക്ക് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും കാണുമായിരിക്കും. അവിടെ നിന്ന് മുങ്ങാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് മുങ്ങിക്കുളിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ ഒന്നും കുളങ്ങളും അങ്ങനെയൊന്നുമില്ല. ഇവിടെ മൊത്തം നദികളുണ്ട് ഇങ്ങനെ ഒഴുകിപ്പോൾ. പക്ഷെ അവിടെ സ്ഥിരം വെള്ളമില്ല. മഴ വരുന്ന ഡാമൊക്കെ തുറന്ന് വിടുമ്പോൾ അതിനകത്ത് വെള്ളം പോകുന്നതേ ഉള്ളൂ. നല്ല ഗ്രീനറിയാണ് ഈ ഏരിയ ഒക്കെ. ഇവിടെ എല്ലാം നെൽകൃഷി നടത്തിയേക്കുവാണ്. വേറെ വിശേഷങ്ങളൊന്നുമല്ല. എല്ലാവർക്കും അങ്ങനെ മംഗളകരമായ ഒരു കർക്കിടക വാവ് നേരുന്നു. ആശംസകൾ.